ഞാൻ കുറഞ്ഞ എസ്തെറ്റിക്കിന്റെ പുറകെയാണ്. ഇത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ ഒരു ഷെൽഫ്. ഔട്ട്കം കിട്ടിയതാ ഇങ്ങനെയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ സാധാരണ ചെയ്തു വന്ന രീതിയിലുള്ള വീഡിയോ അല്ല. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ളവരാണ്, നിങ്ങളുടെ ഇപ്പോൾ ഒരു സറൗണ്ടിങ്സ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരിക്കും. സോ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഏരിയ എങ്ങനെ എസ്തെറ്റിക് ആക്കാം, ഞാൻ കുറഞ്ഞ എസ്തെറ്റിക്കിൻ്റെ പുറകെയാണ്. അപ്പം എങ്ങനെ ഒരു ഏരിയ എസ്തെറ്റിക് ആക്കാമെന്ന് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സറൗണ്ടിങ്സ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ എസ്തെറ്റിക് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയ നിങ്ങൾക്ക് എങ്ങനത്തെ ഏരിയ ആണെങ്കിലും, അതായത് നിങ്ങളിപ്പോൾ പറയുകയാണ് അവിടെ ഇപ്പം ഒരുപാട് സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു വെൽ പ്ലാനായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പെർഫെക്റ്റ് ഇൻറ്റീരിയർ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പക്ഷേ ഒരു ഏരിയ നിങ്ങൾക്കിപ്പോൾ ഭയങ്കര പറയണ്ട, അത് വെറുതെ ഇട്ടിരിക്കുന്ന പോലെ തോന്നുന്നു, അവിടെ ഒരു ഒന്നുമില്ലാത്തൊരു കോർണർ പോലെ തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ തോന്നുന്നൊരു കോർണർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ സൗകര്യങ്ങൾ ഇല്ലയെന്ന് തോന്നുവാണ്, അതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു അവിടെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വൃത്തിയാവത്തില്ല, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഭംഗി വരുത്തില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. ഞാനിത് 100% ഉറപ്പ് തരികയാണ്. നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഏരിയ നല്ല അടിപൊളിയായിരിക്കും, ആ ഒരു ഏരിയ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ വീടിൻ്റെ മിക്ക ഭാഗങ്ങളും ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കുറച്ചും കൂടെ എക്സ്പെൻസ് ആകും. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മതി. കുറച്ച് പറയുക നമ്മൾ റീലിലൊക്കെ കാണുന്ന പോലെ ഒന്ന് എസ്തെറ്റിക് ആക്കി എടുക്കാം. അപ്പം ഞാൻ കുറഞ്ഞായിട്ട് ഇത് റിസർച്ച് നടക്കുമായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഏരിയ എസ്തെറ്റിക് ആക്കാം. അതിനുള്ള കുറച്ച് ടിപ്സും പിന്നെ ഞാനിത് എസ്തെറ്റിക് ആക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ അങ്ങനെ എസ്തെറ്റിക് ആക്കി മാറ്റിയ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ഈ പിക്കിൽ ഇവിടെ കാണുന്ന ഈ ഏരിയ ആയിരുന്നു മുമ്പ്. ഇതിങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ ഒരു ഷെൽഫ്. അപ്പം ഈ ഷെൽഫ് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പലതും പല പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്കിൻ കെയർ, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ എനിക്കത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് ഫുൾ കൺഫ്യൂഷനായിരുന്നു. എങ്ങനെ വെച്ചാലും വൃത്തിയാകത്തില്ലേ എന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ എനിക്കത് ലാസ്റ്റ് ഔട്ട്കം കിട്ടിയതാ ഇങ്ങനെയാണ്. ഈ ഒരു ഏരിയ ഞാൻ എൻ്റെ ഈ ഒരു ഏരിയ ആക്കി മാറ്റിയെടുത്തു. അപ്പം ഇത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏരിയ ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന പ്രൊഡക്ട്സ്, സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഴ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം നിങ്ങൾ മാക്സിമം ലൈറ്റ് കളർ യൂസ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ സ്പേസും തോന്നിക്കും, നല്ല രീതിയിൽ അവിടെ നിന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൂടുതലും ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടുള്ള എസ്തെറ്റിക് വീഡിയോസിനകത്ത് കൂടുതലും വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ ആയിരുന്നാൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അപ്പോഴത്തെ പ്രോബ്ലം നിങ്ങളുടെ വോളിന് ലൈറ്റ് കളറല്ല, ഡാർക്ക് കളറാണ്. ഓക്കെ എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി പെയിൻറ്റൊക്കെ വാങ്ങിച്ച് പെയിൻറ്റൊക്കെ ചെയ്ത് ഒരു കഷ്ടപ്പാടും വേണ്ട, ഒന്നും വേണ്ട. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റാണ് വാൾപേപ്പർ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ വാൾപേപ്പറാണ്. കണ്ടോ, ഈ ഒരു വൈറ്റ് വാൾപേപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2 പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ ഓൾറെഡി ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ചിരിക്കുന്നുണ്ട്, അത് കുറച്ച് വലുതായിട്ടിരിക്കുകയാണ്. ഇതാണ് കളർ, വൈറ്റ് കളർ. വാൾപേപ്പർ ഞാൻ വാങ്ങിച്ചിരുന്നത് മീഷോയിൽ നിന്നായിരുന്നു. ഇതിന് എനിക്ക് 145 റുപ്പീസാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ടല്ലോ. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് റോങ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഓപ്ഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് റേറ്റ് കുറയും. സോ 145 124 ആയിരുന്നു ഓഫർ കഴിഞ്ഞ ശേഷം. അപ്പോൾ ആ പ്രൈസിനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്.
എന്നിട്ട് ഞാനത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് 2 എണ്ണം, അപ്പോൾ ആ ഒരു പ്രൈസാണ്. അപ്പം വീഡിയോ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനും 250 റുപ്പീസിനകത്താണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഒരുപാട് എക്സ്പെൻസീവേ അല്ല. ഇതൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് വാൾപേപ്പറാണ്. നമുക്ക് വേണമെങ്കിൽ കിച്ചൺ സ്ലാബിലൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ടൈപ്പ് വാൾപേപ്പറാണ്. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടന്നത്. ഓക്കെ, എനിക്കിത് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ലൊരു വാൾപേപ്പറായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയില്ലേ, നമ്മളൊരു വൈറ്റ് വാൾപേപ്പർ വാങ്ങിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലൈറ്റ് കളർ വാൾപേപ്പർ വാങ്ങിക്കാം. ആ ഒരു വോൾ അല്ലെങ്കിൽ നിങ്ങൾ എസ്തെറ്റിക് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയ അത് വെച്ച് ആദ്യം കവർ ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇത് നമ്മുടെ അടുത്ത പോയിന്റ് വരുന്നത് അവിടെ നമുക്ക് എന്തൊക്കെ വെച്ച് ഫില്ല് ചെയ്യാം. നിങ്ങളിപ്പോൾ ഓർഗനൈസിംഗ് ആണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഓർഗനൈസേഴ്സ് എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ആ ഏരിയ ഫില്ല് ചെയ്യാം. പക്ഷേ ആ ഓർഗനൈസർ എന്ത് ചെയ്യുക, ഈ ഒരു കളർ തീം ആയിരിക്കണം. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ വൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ ലൈറ്റ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് കളേഴ്സ് നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞിരിക്കുന്ന അവിടെ വെക്കുന്ന സംഭവങ്ങൾക്കും ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. സോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ ഓർഗനൈസറാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഓർഗനൈസർ. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഒരു ഓർഗനൈസർ മാത്രമാണ് കേട്ടോ ഇത്. ബാക്കി ഓർഗനൈസേഴ്സ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എക്സ്പെൻസ് അത്ര പോലും ആവാതെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഇതെങ്ങനെയാണ്, എത്ര അടിപൊളിയാണ്, നല്ല അടിപൊളി ഓർഗനൈസറാണ് എന്നുള്ള കാര്യം. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് 200-നകത്തായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റിന് 226 കിടക്കുന്നുണ്ട്. പല റേറ്റ് ഇങ്ങനെ വേരി ചെയ്ത് വരും. മീഷോയിലാകുമ്പോൾ ഒരുപാട് സെല്ലേഴ്സിനടുത്ത് നമുക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പല റേറ്റ് മാറി മാറി വരും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് റേറ്റ് 200-നകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതല്ലാത്ത എന്ത് ഓർഗനൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഒരു കളർ തീമിൽ തന്നെ ആക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഏരിയ എസ്തെറ്റിക് ആവും കുറച്ചും കൂടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റ്. ഇനി നിങ്ങളുടെ ഏരിയ എസ്തെറ്റിക് ആക്കി മാറ്റാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം നിങ്ങളിപ്പം ഈ പറഞ്ഞ ബാക്കി വോളിലുള്ള കളേഴ്സും സംഭവങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി വരും. അതാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ വെക്കണം എന്നില്ല. അത് വെച്ച് നിങ്ങൾക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ നിങ്ങളുടെ ഏരിയയ്ക്ക് ചിലപ്പം അത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങാനായിട്ട് കിട്ടും. ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് പുറത്ത് പോയി വാങ്ങുന്നത്, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും. പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് റേറ്റ് ആവത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. ഇപ്പോൾ 2 എണ്ണം അല്ല, എനിക്കിത് 8 എണ്ണത്തിൻ്റെ സെറ്റാണ് കിട്ടിയത്. അതിനകത്ത് ഇത് കുറച്ചും കൂടി പ്ലാന്റ്സ് ആയിട്ട് ആക്ഷൻ പ്ലാന്റ്സിനെ പോലെ സിമിലാരിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ളതാണ്. പിന്നെ വേറെ 2 എണ്ണം ഇപ്പം എനിക്ക് ഇതൊക്കെ എനിക്ക് പക്ഷേ അത്രയ്ക്ക് സിമിലാരിറ്റി തോന്നിയില്ല, കാരണം ഇതിൻ്റെ കളർ ഒരു വേറെ കളറാണ്. പക്ഷേ ഇതാണ് എനിക്ക് ആക്ച്വലി ആ ഒരു പ്ലാന്റിൻ്റെ കളർ പോലെ തോന്നിയത്. അപ്പം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് പ്രത്യേകം വരും, ഈ ഒരു ബോക്സ് പ്രത്യേകം വരും. ഇത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത നല്ലൊരു ടൈനി ബോക്സാണ്. ഇതിന് ഹോളുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ സെറ്റ്. ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളത്. ഇതിപ്പോൾ നമുക്ക് 2 എണ്ണം വരുന്നുണ്ടായിരുന്നു ഇതേ സെയിം ടൈപ്പിലുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത 2 എണ്ണം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് 2 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 164 ആണ്. 164 റുപ്പീസിന് നമുക്ക് 8 പീസസ് ആണ് കിട്ടുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ. ആൻഡ് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ് പോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാം. ഈ പച്ച കളർ വരുന്ന വേറെ എന്തെങ്കിലും സംഭവം, അതായത് പച്ച കളർ വരുന്ന പ്ലാന്റ് പോലെ എനിക്ക് തോന്നിക്കണം. അതായത് ഞാൻ പ്ലാന്റ് പോലെ തോന്നിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ലീഫിൻ്റെയൊക്കെ പെയിൻറ്റിങ്സ് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, വാൾ പോസ്റ്റേഴ്സ് വെക്കുന്നവരുണ്ട്, വാൾ പോസ്റ്റേഴ്സ് വെക്കാം. വാൾ പോസ്റ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. അതല്ല നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും പെയിൻറ്റിങ്സ് വല്ലതും വെക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പം ഇത് ഞാൻ മുമ്പ് ചെയ്തിരുന്നൊരു പെയിൻറ്റിംഗ് ആണ്. ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ചെയ്തത് ഇത് അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള പെയിൻറ്റിംഗ് ഒന്നും വരാം, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും DIYs ഒക്കെ ചെയ്തിട്ട്, ഇപ്പോൾ ഇത് ഞാൻ ഫോം ബോർഡാണ് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഫ്രെയിം ഒന്നുമല്ല, ജസ്റ്റ് ഫോം ബോർഡ് ഇട്ടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഒട്ടിച്ചിരിക്കുക, ജസ്റ്റ് ഫോം ബോർഡ് ഇട്ടിച്ചിരിക്കുകയാണ്. അതാ കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കർട്ടനാണ്, അല്ലാതെ നിങ്ങൾക്ക് വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും ആ ഒരു ഏരിയ. ഓക്കെ, നമ്മുടെ പ്ലാൻ കാറ്റഗറി തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട വേറൊരു സാധനമാണ്. ഇതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഞാനിത് ഒരു 2 പാക്കറ്റാണ് ഓർഡർ ചെയ്തിരുന്നത്. ഒരെണ്ണം ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. ഇതാണ് സംഭവം, മനസ്സിലായോ? മണി പ്ലാന്റ്. ഓക്കെ, കണ്ടോ, ഇങ്ങനൊരു ചെയിനാണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. ഈ ഒരു മണി പ്ലാന്റ് ചെയിൻ ഇതേപോലെ തന്നെ 2 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഈ 2 എണ്ണത്തിനും കൂടെ എനിക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് 93 റുപ്പീസാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരുന്നത്. 93 മാത്രമേ ഉള്ളൂ റേറ്റ്. ഓക്കെ. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 93ക്കുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. കാരണം ഞാൻ ഈ മണി പ്ലാന്റ് ലാസ്റ്റ് സെലക്ട് ചെയ്തൊരു ഓപ്ഷനാണ്. കാരണം ഞാൻ ബാക്കി എല്ലാ ഓർഗനൈസും സെറ്റ് ചെയ്ത് ബാക്കി പ്ലാന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ എനിക്ക് മിസ്സിങ് തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മണി പ്ലാന്റ് കൂടെ ആഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചാണ്. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ആണ് എൻ്റെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ആഡ് ഓൺ ആണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ടേബിൾ ഡെക്കോറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷെൽഫാണ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബേസ് ഉള്ളൊരു സംഭവമാണെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബേസിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ആ ബേസിൽ നിങ്ങൾക്ക് വാൾപേപ്പർ തന്നെ ഒട്ടിക്കാം. ഒരു വൈറ്റ് കളർ, ഇപ്പോൾ ഡെസ്കൊക്കെ ആണെങ്കിൽ വൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്കിന് വേണമെങ്കിൽ ഈ ഒരു സംഭവം ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞ ഷെൽഫ് പോലുള്ള ഏരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് വാൾപേപ്പറിന് പകരം ബേസിന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് സംഭവം എന്നല്ലേ, ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ്. കണ്ടോ, കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ ഇത്രയും വാങ്ങിച്ച സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇതായ ഒരു ഫർ ക്ലോത്ത്. ഓക്കെ, ഇത് വൈറ്റ് കളർ ഞാൻ ഓർഡർ ചെയ്തത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ആൻഡ് ഇത്രയും ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും നീളം ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ക്ലോത്ത് വേറെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുന്ന ക്ലോത്ത് അല്ല. കാരണം ഇതിൻ്റെ ഫർ ഇതിൻ്റെ ഫർ കുറച്ച് ഇങ്ങനെ ഒരു ഉള്ളിലോട്ട് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആണ് അതിൻ്റെ ഒരു ലെയർ. പക്ഷേ നമ്മൾ പറഞ്ഞ പർപ്പസ്, അതായത് ഇപ്പോൾ ഒരു ഷെൽഫിനൊക്കെ ബേസ് ആയിട്ട് ഇടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക് ഇപ്പം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ അതിലൊക്കെ ഇത് പറ്റിയൊരു സംഭവമാണ്. കാരണം വേറെ ഇത് യൂസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ആ ഒരു ഏരിയ കുറച്ചുകൂടെ ഒന്ന് കാണാൻ അട്രാക്റ്റീവായിട്ട് ഇരിക്കാം. അതിനിത് അടിപൊളിയായിട്ടൊരു സംഭവമാണ്. പിന്നെ എൻ്റെ വേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യാനും അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഇത് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, കണ്ടോ, ഇപ്പം ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാനായിട്ട് എനിക്ക് വേറെ ആരും ഇല്ല ഇങ്ങനെ കാണിച്ചു തരാൻ. അപ്പം എന്താണെങ്കിലും അടിപൊളിയായിട്ടിരിക്കും. ഞാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ഫറാണ്. അപ്പം ഇതും ഞാൻ എല്ലാം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് ഞാൻ ആ ഒരു ഷെൽഫ് ഇങ്ങനെയാക്കി മാറ്റിയെടുത്തുള്ള ക്ലിയർ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്ന്. അപ്പം നിങ്ങൾ ഇത് വാങ്ങിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ₹164 മീഷോയിൽ നിന്ന്. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, മീഷോയിൽ നമുക്ക് ഓഫേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓഫർ പ്രൈസ് കഴിഞ്ഞതിന് ശേഷം 148 എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു ഏരിയ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ലൈറ്റ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ലൈറ്റ് നമുക്ക് കിട്ടി. അങ്ങനത്തെ ലൈറ്റ് അല്ല, നിങ്ങൾ ആ ഒരു ഏരിയയിൽ ചെറിയ ലൈറ്റ്സ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സ്ട്രിപ്പ് പ്രൈസ് ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പം സ്ട്രിപ്പ് പ്രൈസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ലൈറ്റാണ്. അതായത് ഇങ്ങനെ ലൈൻ പോയിരിക്കും. അപ്പം ഇത് ആ ഒരു ഏരിയയെ ഭയങ്കര രീതിയിൽ എൻഹാൻസ് ചെയ്യും. രാത്രിയും അതിൻ്റെ ഗ്ലോ ആയി കിടക്കുന്ന രീതിയിൽ ചെറിയ ലൈറ്റ് സോഴ്സസ്, അപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞ് ലാമ്പ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും DIY ഡെക്കോർ ഐറ്റംസ് ആവാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരുന്ന റൈസ് ലൈറ്റ് ആവാം. റൈസ് ലൈറ്റ് നമുക്ക് മണി പ്ലാന്റുമായിട്ടൊക്കെ സ്റ്റൈലിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷെൽഫിൻ്റെ ബോർഡറിൽ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെക്കാനാണ് ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ 2 പാർട്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ആൻഡ് ഈ ഒരു ലൈറ്റ് നമുക്കിതാ ഇവിടുന്ന് ഒരു പോർഷൻ ഉണ്ട്. ഇവിടുന്ന് നമുക്കിങ്ങനെ ഇതാണ് എൻഡ് പോർഷൻ, ഞാൻ സ്റ്റാർട്ട് പോർഷൻ, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒട്ടിക്കുന്ന പോർഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിങ്ങനെ സ്റ്റിക്കർ ഇളക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഇത് കട്ടും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ലെങ്തിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിത് പല പാർട്സ് ആയിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റാണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ മിറേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, മിറേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്പേസ് കുറച്ചുകൂടെ എൻഹാൻസ് ആയ പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടി മിറേഴ്സ് ഒക്കെ അവിടെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പറഞ്ഞ മേക്കപ്പ് ഏരിയ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെൽഫാണ്, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഏരിയ ആണ്. ഇനിയെല്ലാം നിങ്ങൾക്ക് പഠിക്കുന്ന ഏരിയ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വലിയ മിറർ ആഡ് ചെയ്യാം. പക്ഷെ അതും ഈ പറഞ്ഞ വൈറ്റ് കളർ ആക്കാനായിട്ട് നോക്കാം. മിററിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റ് കളർ ആക്കാനായിട്ട് നോക്കാം. ഓൾറെഡി ഞാനൊരു വൈറ്റ് കളർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്.
അപ്പം അത് അന്ന് ഓർഡർ ചെയ്തത് ഇപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് പറയല്ലേ. വായിക്കുള്ള എല്ലാ സംഭവങ്ങളും തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവരെ ഒരു സ്ഥലത്ത് വെക്കുക, ആ സ്ഥലം എസ്തെറ്റിക് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മിററാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഇതിന് റേറ്റ് എന്ന് പറയുന്നത് ഒരു 250 അകത്തായിരുന്നു. 200 അകത്തായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത് തോന്നുന്നു. അതോ 250, എന്തായാലും 250 റേഞ്ചിൽ ഇത് വരത്തുള്ളൂ ഈ ഒരു മിറർ എന്ന് പറയുന്നത്. ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റേറ്റ് ഓർമ്മയില്ല. ഇതും ആ ഒരു ഏരിയയ്ക്ക് ഒരു ആഡ് ഓൺ ആണ്. കാരണം നല്ല അടിപൊളിയായിട്ട് എന്താ പറയണ്ടേ, കുറച്ചുകൂടെ സ്പേസ് വലുതായ പോലെ തോന്നിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് എന്താ ഒരു നോക്കാനുള്ളൊരു കണ്ണാടിയുമായി, എന്നാൽ ഒരു എസ്തെറ്റിക്കിന് ഒരു എസ്തെറ്റിക് ടച്ചുമായി. അപ്പം അങ്ങനെ ഒരു മിറർ എങ്ങനെയെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കറക്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ഏരിയയും നിങ്ങൾക്ക് എസ്തെറ്റിക് ആക്കി മാറ്റാൻ പറ്റും. ട്രസ്റ്റ് മീ, ഞാൻ ഈ ഒരു ഏരിയ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്ത് ആ ഒരു ഏരിയ എസ്തെറ്റിക് ആയിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാനായിട്ടൊക്കെ തോന്നുക. അതാണ് ഒരു സൈക്കോളജി അങ്ങനെയാണ്. അപ്പം എനിക്ക് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വെച്ചത്, എങ്ങനെയാണ് ആ ഒരു ഏരിയ ഞാൻ കൺവേർട്ട് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പ്ലസ് ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഓർഗനൈസേഴ്സ് അല്ലാതെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ പ്ലാൻസ് ഈ സാധനങ്ങളല്ലാതെ ഞാനായിട്ട് കുറച്ച് ഓർഗനൈസേഴ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അപ്പം അത് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പം അതെന്ത് വീഡിയോ, ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ എസ്തെറ്റിക് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഓർഗനൈസേഷൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും താഴെ വന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.